നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊച്ചിയെ നടക്കിയ സാഹസിക നഗ്നയോട്ടത്തിന് ഇന്നലെ 50 വയസ്സ് പൂർത്തിയായി. ലോകവിഡ്ഢി ദിനത്തിൽ അല്പം സാഹസികതയാകാമെന്ന കുറച്ച് യുവാക്കളുടെ തീരുമാനമാണ് ചരിത്രത്തിൽ ഇടം നേടിയത്. 1974 തിരക്കേറിയ എറണാകുളം ബ്രോഡ്വേയിലൂടെ എറണാകുളം ലോ കോളേജിലെ 4 യുവാക്കൾ പിറന്ന പടി ഓടിയത്. ഞെട്ടിക്കുന്ന വാർത്ത സൃഷ്ടിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ തീരുമാനം. ആദ്യം രാത്രി സുഭാഷ് പാർക്കിലൂടെ ഓടാനായിരുന്നു തീരുമാനം. പിന്നീട് സാഹസികതയുടെ ആക്കം കൂട്ടാനായി വൈകിട്ട് 6 മണിയോടെ ബ്രോഡ്വേയിലൂടെ ഓടാമെന്നായി. തിങ്ങി നിറഞ്ഞ ബ്രോഡ്വേയിലൂടെ ജനങ്ങൾ നോക്കി നിൽക്കെ 4 യുവാക്കൾ തുണിയില്ലാതെ ഇറങ്ങിയോടി. ആരും അറിയാതെ നടന്ന പരിപാടി ആയതിനാൽ ജനങ്ങളെല്ലാം ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ജനം കണ്ണുമിഴിച്ചു നിൽക്കെ 4 ആളും ഓടി ദൂരെ കിടന്ന കാറിൽ കയറി. സംഭവം എങ്ങനെയോ മുൻകൂട്ടി അറിഞ്ഞ കൃഷ്ണൻ നായർ സ്റ്റുഡിയോയിലെ ജനാർദ്ദനൻ എന്ന ഫോട്ടോഗ്രാഫർ പിന്നാലെ ഓടിയെങ്കിലും ചിത്രം പകർത്താനായില്ല. കാറിൽ കയറിയവർ ബോട്ട് ജെട്ടിക്കടുത്ത് ഓർത്തഡോക്സ് പള്ളിക്ക് സമീപത്ത് വീണ്ടും ഇറങ്ങിയോടി. അവിടെ വെച്ച് പിന്നിൽ നിന്നാണെങ്കിലും ഒരു ചിത്രം പകർത്തി. നഗ്നയോട്ടത്തിന്റെ 1ാം വാർഷികം ലോ കോളേജ് വിദ്യാർത്ഥികൾ ഗംഭീരമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. നഗ്നയോട്ടം ആവർത്തിക്കുമെന്ന് വിദ്യാർത്ഥികൾ മുൻകൂട്ടി നോട്ടീസ് അച്ചടിച്ചിറക്കി. ജില്ലാ പോലീസ് മേധാവിയും അന്നത്തെ കളക്ടർ ഉപ്പിലിയപ്പനും വൻ സന്നാഹമൊരുക്കി ബ്രോഡ്വേയിൽ കാത്തുനിന്നു. ജനങ്ങൾ ആർപ്പുവിളിയുമായി റോഡിൽ കൂടി. തൊട്ടുപിന്നാലെ തുണിയില്ലാതെ കുറച്ച് കൊച്ചുകുട്ടികളെയും നയിച്ച് വിദ്യാർത്ഥിക്കൂട്ടം കടന്നുപോയി. അതിനു നേതൃത്വം നൽകിയത് പിന്നീട് എറണാകുളം ജില്ലാ കളക്ടറായ അന്തരിച്ച KR വിശ്വംഭരനും മറ്റൊരാൾ സിനിമാ താരം മമ്മൂട്ടിയും.